2007 ഒരു രാത്രി തൻ്റെ വീട്ടിലേക്കെത്തിയ മാധ്യമപ്രവർത്തകന് ഉറങ്ങാനായില്ല. കണ്ണടയ്ക്കുമ്പോഴെല്ലാം ആ 15 പെൺകുട്ടികളുടെ നിലവിളി അയാൾക്ക് കേൾക്കാമായിരുന്നു. അതായിരുന്നു ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ നിതാരി കേസ്. ഇത്ര വർഷം കഴിഞ്ഞിട്ടും എന്തിനു ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളിൽ അവ്യക്തത തുടരുകയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്തുകൂടാനാവാത്ത ക്രൂരതയുടെ കഥയാണത്. നമുക്ക് നോക്കാം, എന്താണ് നിതാരി കേസ്, എന്താണ് നിതാരി സെക്ടർ 31 D5 അപ്പാർട്ട്മെൻറ്റ് കേസ്. ഡൽഹി നോയിഡയിലെ നിതാരി എന്ന പ്രദേശം. ഒരു ഭാഗത്ത് സമ്പന്നർ മാത്രം വസിക്കുന്ന വില്ലകളും അപ്പാർട്ട്മെൻറ്റുകളും, മറുപുറം ചോർന്നൊലിക്കുന്ന കുടിലുകളാൽ സമ്പന്നമായ ചേരിയും. അവിടുത്തെ നരക ജീവിതം വിട്ട് കുട്ടികൾ നാട് വിട്ട് പോകുന്നതും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നതുമല്ല സ്ഥിരം സംഭവമായിരുന്നു. അങ്ങനെയിരിക്കെ 2005 തൻ്റെ 6 വയസ്സുള്ള മകളെ കാണാനില്ല എന്നൊരു പരാതിയുമായി ഒരു വൃദ്ധൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. അയാളുടെ ഇടറുന്ന ശബ്ദത്തെ നിഷ്കരണം തള്ളിക്കൊണ്ട് പോലീസുകാരൻ്റെ മറുപടി, തൻ്റെ ദുഷിച്ച നരകത്തിൽ നിന്നും അവൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെട്ടതാ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ വന്നുകൊള്ളും. ആ വൃദ്ധൻ മറുത്തൊന്നും തന്നെ പറഞ്ഞില്ല. മകൾ തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ അയാൾ ദിവസങ്ങൾ തള്ളി നീക്കി. അധികം വൈകാതെ തന്നെ വീണ്ടും ഒരു മിസ്സിംഗ് കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തു. നിതാരി വാട്ടർ ടാങ്കിന് സമീപം കളിക്കാൻ പോയ തൻ്റെ 7 വയസ്സുകാരി മകൾ തിരിച്ചു വന്നില്ല എന്നൊരു പരാതിയുമായി വീണ്ടും ഒരാൾ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസുകാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു കാര്യം കൂടിയായി. പക്ഷേ അവരുടെ ഉറക്കം കെടുത്തുന്ന രാത്രികൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പായൽ എന്നായിരുന്നു ആ 22-കാരിയുടെ പേര്. ടൗണിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ അവളെ പിന്നീട് ആരും തന്നെ കണ്ടിട്ടില്ല. എന്തിനു പോയി, എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ അവ്യക്തമായി തന്നെ തുടരുകയാണ്. നാട്ടുകാർ പല കഥകളും പറഞ്ഞു തുടങ്ങി. മകളെ കണ്ടെത്താനുള്ള വാശി അയാളെ എത്തിച്ചത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. പക്ഷേ പോലീസുകാരും കൈമലർത്തി. തൻ്റെ മകൾ ഒരു ലൈംഗിക തൊഴിലാളിയാണെന്നുള്ള സത്യം അവർ അയാളെ അറിയിച്ചു. പക്ഷേ അതൊന്നും തൻ്റെ മകളെ കണ്ടെത്താതിരിക്കാനുള്ള കാരണമല്ല എന്നയാൾ വാദിച്ചു. അയാൾ നേരെ പോയത് കോടതിയിലേക്കായിരുന്നു. തൻ്റെ മകളെ കാണാനില്ല എന്നൊരു പരാതി നൽകി. കൂടാതെ നിതാരിയിലെ പല കുട്ടികളെയും കാണാതെ പോയിട്ടുണ്ടെന്നും ആ പരാതികളെല്ലാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നും, എന്നാൽ അവയെല്ലാം തള്ളിക്കളയാനാണ് ആ പോലീസുകാർ ശ്രമിക്കുന്നതെന്നും അയാൾ വ്യക്തമാക്കി. കോടതി വളരെ ഗൗരവത്തോടെ ഇത് കണ്ടു. ആ പോലീസുകാരെ വിളിച്ച് ശാസിച്ചു. ഉടനെ തന്നെ അന്വേഷണത്തിനായി ഉത്തരവിട്ടു. പായലിനായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിരിക്കുന്നു. ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ പ്രകാരം അയാൾ പായലിനെ D5 അപ്പാർട്ട്മെൻറ്റിൽ ഇറക്കി വിട്ടു എന്നും പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയ അവളെ കാണാതെ വന്നപ്പോൾ അയാൾ D5 അപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. വാതിൽ തുറന്ന വേലക്കാരൻ പറഞ്ഞു അവൾ തൊട്ടു മുൻപേ ഇറങ്ങിയെന്നും എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്നും. അതൊരു നുണയായിരുന്നു. കാരണം അകത്തേക്ക് പോകാനും പുറത്തേക്ക് വരാനും ഒരൊറ്റ വഴിയേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കേട്ട പോലീസ് ഉടനടി തന്നെ പോലീസ് ജീപ്പ് എടുത്ത് D5 അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചേർന്നു. നിതാരിയിലെ വാട്ടർ ടാങ്കിനോട് ചേർന്ന് ഓവർഫ്ലോ വെള്ളം പോകാനായി ഒരു ചെറിയ കുളമുണ്ട്. ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന ആ കുളത്തിൻ്റെ ഭാഗത്തേക്ക് ആരും തന്നെ അങ്ങനെ പോകാറില്ല. അവിടെ കളിക്കാൻ വന്ന ഒരു പെൺകുട്ടിയുടെ പന്ത് ആ കുളത്തിലേക്ക് വീഴുകയും അതെടുക്കാൻ 2 കുട്ടികൾ ഇറങ്ങുകയും ചെയ്തു. പിന്നെ കേട്ടത് അവരുടെ നിലവിളിയാണ്. അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു പോളിത്തീൻ ബാഗിൽ കെട്ടിയ നിലയിൽ ഒരു കുട്ടിയുടെ അറുത്തു മാറ്റിയ കൈപ്പത്തി. പോലീസും നാട്ടുകാരും അങ്ങോട്ടേക്ക് ഇരമ്പിയെത്തി. അതേസമയം തന്നെയായിരുന്നു പായലിൻ്റെ അന്വേഷണം നടന്നതും. പായലിൻ്റെ ഫോണിലേക്ക് അവസാനമായി വന്ന കോൾ D5 അപ്പാർട്ട്മെൻറ്റിലെ ലാൻഡ് ഫോണിൽ നിന്നായിരുന്നു. വിളിച്ചത് ആ വീട്ടുജോലിക്കാരൻ സുരേന്ദർ കോലിയും. ഓട്ടോറിക്ഷക്കാരനോട് കള്ളം പറഞ്ഞ അതേ ആൾ. പിന്നെ പോലീസ് ഒട്ടും വൈകിയില്ല. D5 അപ്പാർട്ട്മെൻറ്റ് ഉടമ മോനീന്ദർ സിംഗ് പാന്തറിനെയും
വീട്ടുജോലിക്കാരൻ സുരേന്ദർ കോഹ്ലിയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതേസമയം നാട്ടുകാരുടെ ഇടയിൽ പല ഊഹാപോഹങ്ങളും ഉടലെടുത്തു. കാണാതെ പോയ കുട്ടികൾ D5 അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കുമെന്ന് വരെ അവർ വിചാരിച്ചു. അങ്ങനെ ചിലർ ചേർന്ന് ഒരു തീരുമാനമെടുത്തു. D5 അപ്പാർട്ട്മെൻറ്റും വാട്ടർ ടാങ്കിനോട് ചേർന്ന കുളവും പരിശോധിക്കുക, അരിച്ചു പെറുക്കുക. അന്നാണ് ഡൽഹി കത്തിത്തുടങ്ങിയത്. തിരയാൻ പോയ ഒരാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല തങ്ങൾ എത്തിപ്പെട്ടത് ഒരു ഭൂതത്താൻ കോട്ടയിലാവുമെന്ന്. 19 തലയോട്ടികൾ, അതിൽ 15 എണ്ണം 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടേത്. ഈ സത്യമറിഞ്ഞ പോലീസും നാട്ടുകാരും ഞെട്ടിവിളച്ചു. ജനങ്ങൾ ഒഴുകിയെത്തി. അങ്ങനെ പോലീസ് 2 പേരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. തുടക്കം തൊട്ടേ വാ തുറക്കാൻ മടിച്ച സുരേന്ദർ കോഹ്ലിക്ക് പോലീസിൻ്റെ 3-ാം മുറയിൽ അടിതെറ്റി. അയാൾ സത്യം ഓരോന്നായി വിളിച്ചു പറയാൻ തുടങ്ങി. സെക്ടർ 31-ലെ D5 അപ്പാർട്ട്മെൻറ്റ് ഉടമ മോനിന്ദർ സിംഗ് പാന്തർ കുടുംബത്തെ വിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അയാൾക്ക് രാത്രിക്കൂട്ടിന് പെൺകുട്ടികൾ നിർബന്ധമായിരുന്നു. അവരെ വിളിച്ചു കൊണ്ടുവരുന്നതും തിരിച്ച് കൊണ്ടുവിടുന്നതുമെല്ലാം വേലക്കാരൻ സുരേന്ദർ കോഹ്ലിയായിരുന്നു. പായലിനോട് തൻ്റെ ആഗ്രഹം അയാൾ വ്യക്തമാക്കി. പണമില്ല എന്ന പേരിൽ അയാളെ അവൾ കളിയാക്കി. പക്ഷേ അത് അയാൾക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. ചായയുമായി അവളുടെ പിന്നിലൂടെ വന്ന കോഹ്ലി അവളുടെ തന്നെ ഷാൾ ഉപയോഗിച്ച് അവളെ നിഷ്കരുണം കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. അവൾ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് അയാൾ ഹരത്തോടെ നോക്കിയിരുന്നു. അവളെ കൊന്നു കഴിഞ്ഞിട്ടും അയാൾ വെറുതെ വിട്ടില്ല. ശവഭോഗം എന്ന ഹീന പ്രക്രിയയ്ക്ക് വിധേയമാക്കി. ശേഷം കുറ്റകൃത്യം മറയ്ക്കാനെന്നോണം ആ ശരീരത്തെ അയാൾ മുകളിലത്തെ കുളിമുറിയിലേക്ക് കൊണ്ടുപോയി മുറിച്ച് കഷ്ണങ്ങളാക്കി. ഇനി പറയുന്ന കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു. അയാൾ അവളുടെ മൃദുവായ ഭാഗങ്ങൾ വേവിച്ച് കഴിച്ചു അത്രേ. ഇത് കേട്ട പോലീസ് ഞെട്ടിത്തരിച്ചു നിന്നു. തങ്ങൾ പിടിച്ചിരിക്കുന്നത് ഒരു സാധാരണ കുറ്റവാളിയല്ല എന്നും അവർക്ക് മനസ്സിലായി. D5 അപ്പാർട്ട്മെൻറ്റിൽ നടന്ന കൊലപാതകങ്ങളൊന്നും തന്നെ തൻ്റെ അറിവോടെയല്ല എന്ന് ഉടമ മോനിന്ദർ സിംഗ് പാന്തർ പോലീസിനെ അറിയിച്ചു. ഒരാൾക്ക് മാത്രമായി ഇതെല്ലാം ചെയ്യാനാകുമോ എന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചു. പിന്നീട് അവിടെ നടന്നതെല്ലാം യുദ്ധസമാനമായ കാര്യങ്ങളാണ്. പോലീസും നാട്ടുകാരും നടു റോഡിൽ പരസ്പരം തമ്മിൽ തല്ലി. പോലീസ് അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്നതായിരുന്നു കാരണം. അങ്ങനെ CBI കേസ് ഏറ്റെടുത്തു. CBI അന്വേഷണവും അമ്പെ പരാജയമായിരുന്നു. മാധ്യമങ്ങളും ജനങ്ങളും ഊഹാപോഹങ്ങൾ പറഞ്ഞു പരത്തി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡൽഹിയിൽ വളർന്നു വരുന്ന അവയവ കച്ചവടത്തെക്കുറിച്ചായിരുന്നു. അന്വേഷണത്തിലെ പാളിച്ചയോ അതോ കുറ്റവാളികളുടെ സാമർഥ്യമോ എന്നറിയില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോഴും വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. ഒരു കുന്നോളം തന്നെ ദുരൂഹത നിറഞ്ഞ ഈ കേസ് മന്ത്രിസഭയ്ക്കും പോലീസുകാർക്കും ഒരു തലവേദനയായി തന്നെ തുടർന്നു പോന്നു. ഇനി പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. പോലീസ് റെക്കോർഡ് പ്രകാരം 2005 തൊട്ടാണ് കാണാതാവൽ തുടങ്ങിയത്. എന്നാൽ 2003 തൊട്ടേ അത് സംഭവിച്ചിരിക്കുന്നെന്ന് നാട്ടുകാർ ഉറപ്പ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളെവിടെ? ആകെ മൊത്തം 31 പേരാണ് അവിടെ കാണാതായത്. പക്ഷേ 19 പേരുടെ അസ്ഥികൂടം മാത്രമാണ് അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു? വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രകാരം ഇന്നും കണ്ടെത്തലെല്ലാം അപൂർണമായി തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ പോലീസ് തുടക്കത്തിലെ അന്വേഷണം ഊർജിതമാക്കിയിരുന്നുവെങ്കിൽ ഇത്രത്തോളം പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. CBI D5 അപ്പാർട്ട്മെൻറ്റ് അരിച്ചു പെറുക്കിയപ്പോൾ ചില ഫോട്ടോകൾ അവർ കണ്ടെത്തി. മോനിന്ദർ സിംഗ് ഒരു വിദേശിയോടൊപ്പം നിൽക്കുന്നു. തൊട്ടടുത്ത് ഒരു നഗ്നയായ ഒരു പെൺകുട്ടി. ഇന്ത്യയെ തന്നെ ലജ്ജിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ കണ്ടെത്തൽ. മോനിന്ദർ സിംഗിന് ചൈൽഡ് പോണോഗ്രാഫിയുമായുള്ള ബന്ധത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനൊന്നും വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസ് ഹാജരാക്കിയില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിലയേറിയതാണ്.